രോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായിട്ട് ICPF-ന്റെ പ്രവർത്തകയായി കൊൽക്കത്തയിലെ സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസി സിസ്റ്റർ സൗമ്യ സനു നമ്മോടൊപ്പം തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങൾക്കൊരു പ്രാർത്ഥനാവശ്യമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. കർത്താവിന്റെ ദാസി സിസ്റ്റർ സൗമ്യ സനുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് സൗമ്യ. ആദ്യമായി ഈ അരോമ TVയിലെ എല്ലാ പ്രേക്ഷകർക്കും ശിശാൽ കർത്താവിന്റെ ദാസനും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ സൗമ്യ. ഇന്ന് ഞാൻ കൽക്കട്ടയുടെ പ്രദേശത്ത് ICPF-നോടുള്ള ബന്ധത്തിൽ എൻ്റെ ഹസ്ബൻഡ് ICPF-ന്റെ ഇവിടുത്തെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം ഞാനും സുവിശേഷ വേലയിൽ പങ്കാളിയാകുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 ആൺമക്കള്. മൂത്താള് പഠിക്കുന്നു. രണ്ടാമത്തെ മോന് 3 വയസ്സാകുന്നു. ഇതാണ് എൻ്റെ ബ്രീഫ് ഫാമിലി. എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോവുകയാണെങ്കിൽ എല്ലാവരെ പോലെ വളരെ വളരെ സന്തോഷകരമായ ഒരു കുട്ടിക്കാലം എന്ന് പറയാനൊക്കത്തില്ല. കാരണം 10 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് എൻ്റെ മാതാവിനെ നഷ്ടപ്പെടുന്നത്. അന്ന് നമ്മൾ ചിന്തിക്കും പോലെ എല്ലാ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അമ്മമാരുണ്ടാവേണ്ട അല്ലെങ്കിൽ മക്കൾക്ക് സ്നേഹം കിട്ടേണ്ട ആ ഒരു സമയത്താണ് എനിക്ക് എൻ്റെ മാതാവിനെ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. അതിനു മുമ്പ് ഞങ്ങളുടെ പിതാവിന്റെ സ്നേഹം എനിക്ക് അത്ര വലുതായിട്ട് ലഭിച്ചിട്ടില്ല. കാരണം ചില ഫാമിലി ഇഷ്യൂസ് കാരണം അദ്ദേഹം ഞങ്ങളെ വിട്ടു നിൽക്കുകയായിരുന്നു. എന്നാൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ലഭിക്കേണ്ട ഒരു ഫാമിലി ലൈഫിൽ നമുക്ക് ലഭിക്കേണ്ട ആ സ്നേഹമോ കരുതലോ ഒന്നും എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതിനുശേഷം എനിക്ക് സഹോദരങ്ങളായിട്ട് ഒരു മോനുണ്ട്. അവന് ഏകദേശം 2.5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ മാതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത്. ആ സമയം എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എൻ്റെ അമ്മയ്ക്ക് ശാരീരികമായ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന സമയത്ത് അമ്മയുടെ ഒരു ഫ്രണ്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു രാത്രി, എൻ്റെ അമ്മ മരിക്കുന്ന ആ രാത്രിയില് എന്താ പറയണ്ടേ, ഈ ഫ്രണ്ട്, ആ ആന്റി പേടിച്ചിട്ടാണോ എന്തോ പുള്ളിക്കാരി ആ രാത്രിയിൽ ആ സ്ഥലത്ത് നിന്ന് പോയി. ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. എൻ്റെ സഹോദരൻ 2.5 വയസ്സുണ്ട്, എനിക്ക് 10 വയസ്സ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹിന്ദു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോ നമ്മൾ ഈ മറ്റ് പേടികളിൽ നിന്നൊക്കെ ഒരു അഭയം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇരുമ്പ് എടുത്ത് കൈ പിടിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ പേടി വന്നപ്പോൾ ഈ കത്തിയെടുത്ത് എൻ്റെ കൈ പിടിച്ച് ഈ കുഞ്ഞുമായിട്ട് ഞാൻ ഞങ്ങളുടെ വീടിന്റെ വാതിലിരുന്നു. കാരണം വെളുപ്പിനെ സമയമാണ്, ആരെ വിളിക്കണം, ആരോട് പോയി പറയണം, ചുറ്റും ഇരുട്ടാണ്, നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. വെളുക്കുന്നിടം വരെ ഞാൻ അവിടെ ഇരുന്നു. അപ്പൊ എൻ്റെ അമ്മയുടെ ഫാമിലി ചുറ്റുപാടുമുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, അമ്മ അനങ്ങുന്നില്ല, നിങ്ങളൊന്ന് വരാമോ എന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് എല്ലാവരും വന്ന് നോക്കിയപ്പം ഡെത്ത് കൺഫേം ചെയ്തു. പിന്നെ അതിൻ്റെതായ കാര്യങ്ങളെല്ലാം അന്ന് നടന്നു. 2004 ഡിസംബർ 24-നാണ് എൻ്റെ മാതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകുന്നത്. അതിനുശേഷം എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ ലൈഫ്, ഞങ്ങളുടെ ജീവിതം എങ്ങനായി തീരുമെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ചിലപ്പോൾ ഞാൻ വിചാരിച്ചു ആരും ഞങ്ങളെ ടേക്ക് കെയർ ചെയ്യത്തില്ല എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നെ കണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അതിനുശേഷം
ഡിസംബർ 24 മുതൽ മെയ് 9 വരെ ഞങ്ങളുടെ കുടുംബ വീട്ടില് എൻ്റെ മാതാവിന്റെ അമ്മയുടെ ഒരു റിലേഷനിലുള്ള ഒരു ഫാമിലിയിലാണ് ഞാൻ ആയിരുന്നത്. അപ്പോൾ അവിടെ ആയിരുന്ന സമയത്ത് ഏകദേശം എനിക്കറിയാം ഒരു 5 മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എനിക്കതൊരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മുടെ മാതാപിതാക്കൾ തരുന്ന പരിഗണനയോ ആ സ്നേഹവാത്സല്യങ്ങളൊന്നും നമുക്ക് മറ്റൊരിടത്തും നിന്ന് ലഭിക്കത്തില്ല. എന്താ പറയുന്നേ, അത് തിരിച്ചറിഞ്ഞ ഒരു സമയം ആയിരുന്നു അത്. ഞാൻ അവിടെ നിന്നാണ് സ്കൂളിൽ പോയതും പഠിച്ചതും എല്ലാം. ആ സമയത്ത് മോനെ വീട്ടിലാക്കും. അവര് അപ്പച്ചനും അമ്മച്ചിയുമാണ്, അവര് നോക്കും. ഞാൻ സ്കൂളിൽ പോവും, തിരിച്ചു വരും, അവിടുത്തെ പണികളൊക്കെ ചെയ്യും. പക്ഷെ ദൈവത്തിന്റെ വലിയൊരു കരുണയെന്ന് പറഞ്ഞാല് എന്നെ പഠിപ്പിച്ച ടീച്ചർമാര്, എനിക്ക് എടുത്തു പറയാനുള്ളത് നിർമ്മല എന്ന് പറയുന്ന ടീച്ചറാ, പിന്നെ ഒരു ലിസി ടീച്ചർ. ഇവര് ഞാൻ 5 മാസം അവര് വീട്ടിൽ നിന്ന സമയത്ത് എല്ലാ മാസവും വേണ്ട റേഷൻ ഞങ്ങൾക്ക് വേണ്ടി അവർ കൊടുക്കുമായിരുന്നു. കാരണം ആ ഒരു രീതിയിൽ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതി എനിക്ക് വേണ്ട ഡ്രസ്സുകളാണെങ്കിലും മറ്റെന്തുമായിക്കോട്ടെ ഈ ടീച്ചർമാരാണ് എനിക്ക് കൊണ്ടു തന്നിരുന്നത്. ഞാൻ പഠിച്ചത് സെന്റ് മേരീസ് VHS വലിയ കുന്നം എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം എനിക്ക് ഈ ടീച്ചർമാർ ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. എന്നെ വേണ്ട രീതിയിൽ അന്ന് അവര്, എസ്പെഷ്യലി നിർമ്മല ടീച്ചർ, ഒരു അമ്മയെ പോലെ ആ സമയത്ത് എനിക്ക് കൈത്താങ്ങൽ തന്നു. അതിനുശേഷം എനിക്ക് പറയാം, ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് ജോയി എന്ന് പറയുന്ന ഒരു അങ്കിള്. ഞങ്ങളുടെ അയൽവാസിയാണ്. അദ്ദേഹം എൻ്റെ ഒരു സുവിശേഷകനാണ്. അദ്ദേഹം വലിയ പാസ്റ്ററോ വലിയ പ്രീച്ചറോ ഒന്നുമല്ല, സാധാ ഒരു സുവിശേഷകൻ. ഇങ്ങനെ ട്രാക്റ്റൊക്കെ കൊടുത്ത്, ഒരു തോൾസഞ്ചിയൊക്കെ ഇട്ട് ട്രാക്റ്റും കൊടുത്ത് ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഞങ്ങളുടെ വീട്ടില് കുടുംബ വീടുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങളെ സമാധാനിപ്പിക്കുകയും VBSന് ഞങ്ങളെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്കിള് ഒത്തിരി ദൈവം നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് ബൈബിളൊക്കെ കൊണ്ടു തന്നു, യേശു ജീവിക്കുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ ചോദിച്ച, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമോ? കാരണം മാതാവും ഇല്ല, പിതാവും ഇല്ല, തീർത്തും അനാഥത്വത്തിലേക്ക് നമ്മൾ പോകുമോ എന്നൊക്കെ ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്, അങ്കിളിനോടും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എന്റെ ഈ ചോദ്യങ്ങളെയോ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ചിന്തയോ അദ്ദേഹം ഒരിക്കൽ പോലും എന്താ പറയുന്നത് അതിനെ കേട്ടു. പക്ഷെ എന്നെ കൂടുതലായി വാത്സല്യം തരാനാണ്. അദ്ദേഹത്തിന്റെ മകളും ഞാനും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്, ഞങ്ങൾ ഒന്നിച്ചാണ് സ്കൂളിൽ പോകുന്നതും വരുന്നതും. അതുകൊണ്ട് രൂത്ത് എന്നാണ് അവളുടെ പേര്. അപ്പൊ അവളെ എങ്ങനെ കരുതുന്നു അതുപോലെ തന്നെ അങ്കിൾ എന്നെ കരുതുകയും എനിക്ക് വേണ്ടുന്ന ഒരു കൈത്താങ്ങല് തരികയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ നിൽക്കുന്ന വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും പ്രായമായി വരുവാണ്. അപ്പൊ ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരിക്കൽ അവരിങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഒരു പെണ്ണാണ് വളർന്നു വരുന്നത്. അവള് വളർന്നു വരുമ്പോ അവൾക്ക് എന്തൊക്കെ ആവശ്യങ്ങള് വരും, അതൊന്നും നേടിക്കൊടുക്കുവാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ഇവരെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കണം എന്ന് അപ്പച്ചനും അമ്മയും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ജോയങ്കൾ ഇങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഈ കാര്യം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ ഞങ്ങളുടെ തന്നെ അടുത്ത് പ്ലാങ്കവൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കർമ്മേൽ എന്ന് പറയുന്ന ഇതുപോലൊരു മന്ദിരമുണ്ട്. അനാഥ കുഞ്ഞുങ്ങളും അമ്മച്ചിമാരും ഒക്കെ ഉള്ളൊരു സ്ഥലം. അപ്പൊ അവിടെയൊക്കെ വിടാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വിട്ടാല് ഞങ്ങളെ സഹോദരങ്ങള് മോനെ അവിടെ എടുക്കത്തില്ല, അവന് വേണ്ടി വേറെ ഏതെങ്കിലും സ്ഥലം വിടണം. പക്ഷെ അവ പറഞ്ഞു അങ്ങനെ അവരെ 2 സ്ഥലത്തായിട്ട് വിടുവാണെങ്കിൽ അവരെ ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്ന എവിടെങ്കിലും വിടാന്ന് പറഞ്ഞു. അങ്ങനെ ജോയങ്കളിനോട് ഇങ്ങനെ പറഞ്ഞപ്പം ജോയങ്കളിന്റെ വൈഫ് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്റർ VA തമ്പിയുടെയും മറിയാമ്മ തമ്പിയുടെയും ഒരു മറിയാമ്മ അമ്മച്ചിയുടെ ഒരു റിലേഷൻ ഉള്ള ആളാണ് ഈ ജോയങ്കളുടെ വൈഫ്.
അപ്പൊ അങ്കിള് പറഞ്ഞു ഇങ്ങനൊരു സ്ഥാപനമുണ്ട്, ഞാൻ അവിടെ പോയി അന്വേഷിക്കട്ടെ, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. അങ്ങനെ അങ്കിള് കോട്ടയത്ത് വന്നു, കാര്യങ്ങളൊക്കെ തിരക്കി. അപ്പം ആക്ച്വലി നാട്ടില് ഒരു ചിൽഡ്രൻസ് ഹോമിനെ പറ്റി അവർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. അങ്ങ് അവർക്ക് ഒരു ഹോം നാട്ടിൽ ഉണ്ടായിരുന്നില്ല, ആന്ധ്രയിലും ഗോവയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ശരി, നമുക്ക് ഇവരെ അങ്ങോട്ടെങ്കിലും വിടാം എന്നുള്ള ഒരു ധാരണയിലായിരുന്നു. എന്നാൽ അപ്പച്ചന് അമ്മച്ചിക്ക് ദൈവം ഒരു ദർശനം കൊടുത്തു, ആ നാട്ടിൽ തന്നെ ഒരു ഹോം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ 2005 മെയ് 9-ാം തീയതി ഞാൻ എൻ്റെ സ്വദേശമായ തീരാടിക്കൽ വിട്ട് ഞാൻ കോട്ടയത്തേക്ക് എന്താ പറയുന്നത്, അടുത്തൊരു കൂടുമാറിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അവിടേക്ക് ഞാൻ വന്നപ്പോ എനിക്ക് എല്ലാം പുതിയതാ. ഞാൻ വളർന്ന സാഹചര്യമോ ഞാൻ വളർന്ന ആ ചുറ്റുപാടോ ഒന്നുമല്ല. കാരണം തീയാടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശമാണ്. എന്താ പറയുന്നത്, നദിയും തോടും അങ്ങനെ ഒത്തിരി നമുക്ക് എന്നാ പറയുന്നത്, ഒരു വല്ലാത്ത ഫീൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് ഞാൻ ഒരു സിറ്റി ലൈഫിലേക്ക് വന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ ആ സമയത്ത് ഫേസ് ചെയ്തു. പുതിയ ആൾക്കാര് ഒക്കെ ആയിരുന്നു. എനിക്ക് ആരുമായിട്ടും അങ്ങോട്ട് എന്ത് പറഞ്ഞാൽ ഒന്ന് എന്റെ ഹൃദയം തുറഞ്ഞ ആരുമായിട്ടും എനിക്ക് അങ്ങോട്ട് ഇടപെടാനൊന്നും പറ്റുന്നില്ലായിരുന്നു. കാരണം പെട്ടെന്നാണ് എല്ലാം തകിടം മറിഞ്ഞെന്ന് പറയല്ലോ, ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞാൻ റിക്കവർ ആയി എടുക്കാൻ കുറെ സമയം എടുക്കേണ്ട വന്നു. ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ആ സമയങ്ങളിലൊക്കെ വല്ലാത്ത വെറുപ്പും ദേഷ്യവും ഒക്കെ ഉള്ള ഒരു സാഹചര്യമായിരുന്നു. എങ്കിലും യേശുപ്പച്ചൻ എന്നെ സ്നേഹിച്ചു. ഈ പാസ്റ്ററപ്പച്ചൻ മീൻസ് തമ്പിയപ്പച്ചനും അമ്മച്ചിയും എന്നെ സ്നേഹിച്ചു, അവരെന്നെ ഏറ്റെടുത്തു. എൻ്റെ പിന്നെയുള്ള ലൈഫ് മൊത്തം ചിങ്ങവനത്തായിരുന്നു. ഞാൻ അവിടെ സ്കൂളിൽ പഠിച്ചു. 7-ാം ക്ലാസ് മുതലാണ് ഞാൻ കോട്ടയത്ത് വരുന്നത്. ചിങ്ങവനത്ത് ഞാൻ സ്കൂളിൽ അവിടെ പഠിച്ചു. 10-ാം ക്ലാസ് വരെ ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം +1 +2 ഈ സ്കൂളിംഗ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്താ പറയുന്നത്, ഞാൻ അത്ര പഠിക്കാൻ മിടിക്കൊന്നും അല്ലായിരുന്നു. എങ്കിൽ പോലും കർത്താവ് ഒരിക്കൽ പോലും എന്നെ കൈവിട്ടില്ല, ആരുടെ മുമ്പിൽ ലജ്ജിക്കുവാൻ ഇടയാക്കിയില്ല. എനിക്കറിയായിരുന്നു എൻ്റെ കപ്പാസിറ്റി എന്താണെന്നും എങ്ങനെ ഞാനിത് എങ്ങനെ ഫേസ് ചെയ്യുന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അന്ന് ഞങ്ങളെ നോക്കി ആൻറ്റി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് എന്നെ കാര്യം എന്ന് വെച്ചാല് ആ ആൻറ്റിയുടെ 3 കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങളും ഉണ്ട്. അപ്പം അവരെക്കാൾ കൂടുതൽ ഞങ്ങളെ സ്നേഹിക്കും. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അപ്പച്ചനും അമ്മച്ചിക്കും ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാനിത് ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല. കാരണം എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ആ ഒരു ലെവലിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ആരോടും ഒന്നും പറയാൻ പാടില്ല, എല്ലാം ഉള്ളിൽ ഒതുക്കി പോകണം എന്നുള്ളൊരു ലെവലിലേക്ക് ഞാൻ എത്തി. അപ്പൊ ഞാൻ ഈ ബുദ്ധിമുട്ടുകളൊന്നും ആരോടും ഷെയർ ചെയ്തിട്ടില്ല. എന്തെങ്കിലും വിഷമം വരുമ്പോ ഇരുന്ന് കരയും. പലപ്പോഴും മരണത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ട് ഞാന്. എന്നെ ചെയ്യണമെന്നറിയാതെ എന്തിനാ ഇങ്ങനെ ഒരു ലൈഫ്, കാരണം ആരും സ്നേഹിക്കാനില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്തിനാ ഇങ്ങനെ ഒരു ലൈഫ്. അപ്പം അവിടെയൊക്കെ എന്നെ പിടിച്ചു നിർത്തുന്നത്, ഞാൻ മരിച്ചു പോയാൽ എന്നെ മോനെ ആര് നോക്കും, അവന്റെ ലൈഫ് എങ്ങനായി തീരും, അങ്ങനെയൊക്കെ അതിൽ നിന്നൊക്കെ ഞാൻ എന്താ പറയുന്നത്, റിക്കവറായി. പിന്നെ കർത്താവിനെ അറിഞ്ഞത് ജോയികള് പറഞ്ഞ ഒരു മനസ്സിലുണ്ട്. ഞാൻ ചിങ്ങവന് വന്നിട്ടും ആരും എന്നോട് എന്തു പറയുന്നേ, ഈ യേശുവിനെ സ്വീകരിച്ചാലേ ഇങ്ങനെ ആകത്തുള്ളൂ, അങ്ങനെ ആകത്തുള്ളൂ, അങ്ങനെയൊന്നും ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാന് സ്വയമേ അനുഭവിച്ചറിയുമായിരുന്നു ആ ദൈവസ്നേഹം. ഈ വിഷമങ്ങളൊക്കെ വരുമ്പോഴ് ഞാന് ഈ ബൈബിൾ എടുക്കും. അപ്പൊ അങ്കിള് എനിക്ക് ആദ്യം പറഞ്ഞു തന്നൊരു വാക്യമാണ് സങ്കീർത്തനം 27-ന്റെ 10-ാമത്തെ വാക്യം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും യഹോവ എന്നെ ചേർത്തോളും. ഞാൻ ബൈബിളിൽ നിന്ന് പഠിക്കുന്ന ആദ്യത്തെ വാക്യം അത്. അപ്പം ഈ വാക്യം എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
കാരണം ഈ ലോകത്തിലെ എല്ലാം നഷ്ടമായാലും ചേർത്തുകൊള്ളുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ പതിയെ പ്രാർത്ഥിക്കുക. എന്നെ ആരും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ കാര്യങ്ങളൊക്കെ ഒരു അപ്പനോട് പറയുന്ന പോലെ അല്ലെങ്കിൽ അമ്മയോട് പറയുന്ന പോലെ ഞാൻ പറയാൻ തുടങ്ങി. അങ്ങനെ 10ാം ക്ലാസ് വരെ ഞാൻ ആ സ്കൂളിൽ തന്നെ പഠിച്ചു. അവിടുന്ന് അത്യാവശ്യം നല്ല മാർക്കോടെ തന്നെ പാസ്സായി. അതിനുശേഷം +1 +2 ഈ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുകളുണ്ട് എൻ്റെ ലൈഫില്. ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസിലൂടെ കടന്നുപോയി. പക്ഷെ +2 എക്സാമിന്റെ സമയത്തും എനിക്ക് എൻ്റെ ലൈഫിൽ സ്വസ്ഥതയില്ല. കാരണം ഈ ഒരു വ്യക്തി കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞാനിത് ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. പക്ഷെ ആ സമയത്തും എന്നെ പിടിച്ചു നിർത്തിയത് ഈ ദൈവമാണ്. കർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാന് ഈ പറഞ്ഞ പോലെ ആത്മഹത്യ മാത്രമായിരുന്നു എൻ്റെ. കാരണം നമുക്ക് ഈ നമുക്ക് എന്താ പറയാ, ജീവിക്കണമെങ്കിൽ ഒരു ആശ വേണമല്ലോ. ആ ആശ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോഴാണ് പലരും നിരാശപ്പെട്ട് ഡിപ്രഷനിലേക്കും അതിനുശേഷം മരണത്തിലേക്കും പോകുന്നത്. അപ്പൊ ഈ ഈ അനുഭവങ്ങളൊന്നും ഞാൻ അമ്മച്ചിയോടോ അപ്പച്ചനോടോ, ആ സമയത്ത് അമ്മച്ചിയുടെ മോളാണ് ഹോം പിന്നെ ടേക്ക്, ആ ഒരു ആന്റി ബിനിയമ്മയാണ് പിന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കൽ പോലും ഞാൻ അവരോടും ഷെയർ ചെയ്തിട്ടില്ല ഈ കാര്യങ്ങളൊന്നും, ഈ ഇങ്ങനെ കാര്യങ്ങളുണ്ടെന്നൊന്നും. പക്ഷെ +2ന്റെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എങ്ങനെ പാസ്സാകും, ഞാൻ തോറ്റു പോകുമോ? കാരണം എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യുമെന്ന് ചിന്തിച്ച സമയത്തും ദൈവം എന്നെ ബലപ്പെടുത്തി. ഈ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മാർച്ച് മാസത്തിൽ എക്സാം കഴിഞ്ഞു, ഏപ്രിൽ മെയ്യിൽ നമ്മളുടെ റിസൾട്ട് വരും. ഈ 2 മാസം ഞാന് രാത്രി ഉറങ്ങിയിട്ടില്ല. എന്നും രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് ഇത് ഈ എന്റെ ഈ +2 എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് പാസ്സായി തരണം. എനിക്ക് ഒത്തിരി മാർക്കൊന്നും വേണ്ട, ജസ്റ്റ് എനിക്കൊന്ന് പാസ്സാകണം. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവെ എനിക്ക് ഇവിടെ നിന്ന് മാറാനുള്ള ഒരു വഴിയും കൂടെ ദൈവം ഒരുക്കി തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കോട് കൂടെ ഞാൻ പാസ്സാകുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും ജോലി പെട്ടെന്ന് കിട്ടുന്ന എന്തെങ്കിലും കോഴ്സ് ചെയ്യണം, ജോലി മേടിക്കണം, നല്ല വീട് വെക്കണം, അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ അവിടെ ആയിരുന്ന സമയത്ത് പല ക്യാമ്പുകളിലും പോകുമ്പോഴും ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദൈവദാസന്മാർ വരുമ്പോഴും അല്ലെങ്കിൽ ആരെന്നെ കണ്ട് തല കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം പറയുന്നത്, നീ കർത്താവിന്റെ വേലയ്ക്ക് ഉള്ളതാണ്, നീ നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ കർത്താവിന്റെ വചനവുമായി കടന്നു പോകും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെ നമ്മള് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനെ. കാരണം ദൈവദാസന്മാരെ പറ്റി ഒട്ടുമിക്ക ദൈവദാസന്മാരും കടന്നു പോകുന്ന സാഹചര്യങ്ങളും അവരനുഭവിക്കുന്ന വിഷമങ്ങളും ഒക്കെ അറിഞ്ഞത് കൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ലൈഫും ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഉള്ളില്. അപ്പൊ എന്റെ 15ാമത്തെ വയസ്സില് അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ ഒരു വാക്യം പറഞ്ഞ അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് 116ാമത്തെ സങ്കീർത്തനം അതിന്റെ 12ാമത്തെ വാക്യം, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും, രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. ഈ വാക്യം അന്ന് തൊട്ടേ എന്റെ മനസ്സിലുണ്ട്. ഇത് എന്തിനാ അമ്മച്ചി എനിക്ക് വേണ്ടി ഈ വാക്യം എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം ഇതിങ്ങനെ കടന്നു പോകുന്നു. എൻ്റെ മനസ്സ് എന്താ പറയുക, ജോലി മേടിക്കണം, മറുസൈഡിലെ കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ, ഈ എന്നോട് പറഞ്ഞിരിക്കുന്ന ആലോചനകള്. അതിനു മുമ്പായി ഞാൻ 2004 ഞാൻ ചിങ്ങവനത്ത് വരുമ്പോ അന്ന് അവിടെ ഒരു നമ്മുടെ ആരബ്രഹാം പാസ്റ്ററിന്റെ മകളുടെ കല്യാണത്തോടനുബന്ധിച്ച് കുറച്ച് ഫോറിനേഴ്സ് വന്നു. അവർ ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ല, ഞാൻ അവരെയും കണ്ടിട്ടില്ല. പക്ഷെ അവരെന്നോട് പറഞ്ഞത്, എന്റെ ജീവിതത്തിന്റെ ഒരു ബ്രീഫ് എന്നോട് അവർ പറഞ്ഞു, നീ ഇവിടെ വന്നത് ആക്സിഡന്റലി അല്ല, ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാ, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഒരു പർപ്പസ് ഉണ്ട്, അതുകൊണ്ടാണ് നീ ഇവിടെ ആയിരിക്കുന്നതെന്ന്. അപ്പം അന്നൊന്നും ഈ എന്താ ഈ പറയുന്ന പ്രോഫറ്റിക്കൽ വേർഡ് എന്താണെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്നാണെന്നോ ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും ബോധവും ഒന്നും അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ
പോകെ പോകെ ദൈവം ഇതെല്ലാം എന്നെ ഓർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരുപാട് ദൈവദാസന്മാര് പറഞ്ഞു, നീ എവിടെയൊക്കെ പോയാലും കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ തന്നെ വരുമെന്ന്. അങ്ങനെ ഈ +2 പഠനത്തിന് ശേഷം ഞാന് കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, ദൈവവേല ചെയ്യാനാണ് എന്നെ കുറിച്ച് യേശുപ്പച്ചൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്കിത് കഴിയുമ്പോൾ അതിലേക്ക് പോകാനുള്ള ഒരു വഴി തുറന്നു തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം എനിക്കിവിടെ ഒന്ന് നിൽക്കാൻ പറ്റുന്നില്ല, രണ്ട് എനിക്ക് കർത്താവിന്റെ വേലയാണ് ദൈവം ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനായി എന്നെ പ്രിപ്പയർ ചെയ്യണമെന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഇതുപോലെ അമ്മച്ചി എന്നെ വിളിക്കുകയാണ്. ഞാൻ ഇതൊരിക്കൽ പോലും അമ്മച്ചിയോട് ഷെയർ ചെയ്തിട്ടില്ല ഈ ഒരു കാര്യം. അപ്പൊ അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് സുവിശേഷ വേല ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പായിപ്പാടുള്ള ഒരു സെമിനാരിയിൽ വേക്കൻസി ഉണ്ട്, നീ അവിടെ പോയി ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എപ്പോ ഒരിക്കലും ഞാൻ അമ്മച്ചിയായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കർത്താവിന്റെ എനിക്ക് അപ്പച്ചനെ അമ്മച്ചിയെ പോലെ ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മച്ചി അത് ഓർത്തു വെക്കുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് നമ്മൾ സംസാരിക്കുമെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അമ്മച്ചി അതെന്നെ വിളിച്ചു. ഞാൻ രാവിലെ സെമിനാരിയിൽ ചെന്നു. സെമിനാരിയിൽ ചെന്നപ്പോ ഞാൻ പഠിച്ചത് മലയാളം മീഡിയത്തിലാണ്. +2 ഞാന് മലയാളത്തിൽ തന്നെയാണ് എക്സാം എഴുതിയത്. കാരണം ഹ്യൂമാനിറ്റീസ് എടുത്താ പഠിച്ചത്. അപ്പം നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാവുന്നതുകൊണ്ട് ഞാൻ മലയാളത്തിൽ തന്നെയാണ് എഴുതിയതും പഠിച്ചതും എല്ലാം. അപ്പൊ ഇവിടെ ചെന്നപ്പോ ഫുൾ സിലബസ് മൊത്തം ഇംഗ്ലീഷിലാണ്. അപ്പൊ എനിക്കാണെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം, മൈ നെയിം ഇസ് സൗമ്യ, അത്രയും പറയാനുള്ള ബുദ്ധിയും ബോധമേ ഉള്ളൂ അന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞു. എന്റെ റിട്ടേൺ എക്സാം കഴിഞ്ഞപ്പോ സാറ് പറഞ്ഞു, ചിലപ്പം ചാൻസ് ഇല്ല, ഇംഗ്ലീഷ് ഗ്രാമറും കാര്യങ്ങളും എല്ലാം ചോദിച്ചപ്പോ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഇന്റർവ്യൂവിന് ഇരുന്നപ്പം സാർ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാ ഈ ഒരു കാര്യം ചൂസ് ചെയ്തേ? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. അത് എങ്ങനെ ചെയ്യണമെന്നോ എവിടെ പോകണമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് സുവിശേഷ വേല ചെയ്യണം, അതാണ് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു പ്രതീക്ഷയില്ല, കാരണം സാറ് അങ്ങനെയാണ് പറഞ്ഞത്, ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്, ബുദ്ധിമുട്ടായിരിക്കും ഇയാൾക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാൻ തിരിച്ചു പോന്നു. ഒരു പ്രതീക്ഷയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പത്രത്തിൽ വരുന്ന ഈ 1 ഇയർ കോഴ്സുകളെല്ലാം ഞാൻ നോക്കുമായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്ന ഒത്തിരി ഫേമസ് ആയിരുന്ന ഒരു ഡെന്റൽ ടെക്നീഷ്യൽ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് 1 ഇയർ കോഴ്സാണ്. അത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും. അപ്പൊ അതൊക്കെ ഞാൻ എപ്പോഴും എടുത്തു വെച്ച് നോക്കും, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തിരക്കുമായിരുന്നു. പക്ഷെ എന്റെ ചിന്തകൾക്കും എന്റെ ബുദ്ധിക്കും അപ്പുറമായിരുന്നു ദൈവത്തിന്റെ പദ്ധതികള്. കറക്റ്റ് മെയ് ആ ഒരു മാസത്തിൽ തന്നെ ഈ കോളേജിൽ നിന്ന് എന്നെ വിളിച്ചു, എനിക്ക് ലെറ്റർ ഇട്ടു, മെയ് 30-ാം തീയതി അവിടെ പോയി ജോയിൻ ചെയ്യണമെന്ന്. അങ്ങനെ മെയ് 30-ാം തീയതി ഞാൻ പായിപ്പാടുള്ള ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിൽ പോയി ജോയിൻ ചെയ്തു. പിന്നെ അവിടെയുള്ള 3 വർഷമായിരുന്നു. എനിക്ക് ഈ ബൈബിൾ കോളേജോ കാര്യങ്ങളോ ഒന്നും വലിയ പിടുത്തമില്ലാത്ത ഒരു സംഭവമായിരുന്നു. നമ്മൾ ചിന്തിക്കും ബൈബിൾ കോളേജ്, നമ്മുടെ ചിങ്ങനത്തുള്ള ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞാല് അവിടെ എപ്പോഴും ക്ലാസ് കഴിഞ്ഞാൽ ചേച്ചിമാരിരുന്ന് പ്രാർത്ഥിക്കുന്നു, ആരാധനയും, എപ്പോഴും അവിടെ ഒരു നല്ലൊരു അന്തരീക്ഷമാണ്. പക്ഷെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ ടോട്ടലി ഡിഫറെന്റ്. ഞാൻ എന്താണോ കണ്ടതും വളർന്നതും എല്ലാം അതിനേക്കാൾ വേറൊരു ശൈലിയും കാര്യങ്ങളുമായിരുന്നു അവിടെ. മിക്സഡ് കൾച്ചറായിട്ടുള്ള ആൾക്കാര് ഒക്കെ ആയിരുന്നു അവിടെ. 3 വർഷം അവിടെ പഠിച്ചു. ആ പഠിക്കുന്ന സമയങ്ങളൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലാംഗ്വേജ് അത്ര പിടുത്തമില്ലാത്തൊരു സംഭവമായിരുന്നു. എങ്കിൽ പോലും ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നെ ദൈവം ഇവിടെ അയച്ചതെങ്കിൽ ഒരിക്കൽ പോലും ഒരു സബ്ജക്റ്റിന് പോലും ഞാൻ ഇവിടെ തോൽക്കാൻ ഇടയാകരുത്. കാരണം തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഫണ്ട് കെട്ടണം, പിന്നെ എഴുതണം. ഒത്തിരി ഫീസൊന്നുമില്ല, എങ്കിലും നമ്മൾ അത് രണ്ടാമത് എഴുതണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവമേ, അതിന് നോട്ടീസ് ബോർഡിൽ എന്റെ പേര് വരാൻ കർത്താവ് ഇടയാക്കരുത്. എനിക്കതെല്ലാം ക്ലിയർ ചെയ്ത് പോകാൻ പണ്ട് പ്രാർത്ഥിച്ചതുപോലെ ഒത്തിരി മാർഗൊന്നും വേണ്ട, ജസ്റ്റ് പാസ്സായാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 3 വർഷക്കാലം 6 സെമസ്റ്റർ ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും അവിടെ പരാജയപ്പെടാൻ എന്റെ ദൈവം എന്നെ അനുവദിച്ചില്ല.
ഫസ്റ്റ് ഇയറിൽ ചെന്നപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടി. ഇംഗ്ലീഷിന്റെ സംസാരിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും. ഞാനൊരു ശിശുവായിരുന്നു ഇംഗ്ലീഷിൽ അവിടെ. അപ്പൊ എന്റെ കൂടെ എന്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ക്രിസ്റ്റി എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരി, ഞാൻ അവളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല, അതുകൊണ്ട് എനിക്കിതൊന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞു. അപ്പൊ അവൾ എന്നെ എനിക്ക് പറഞ്ഞു തരുമ്പോ ഞാൻ അതെല്ലാം ഇങ്ങനെ ഷോർട്ടായിട്ട് എഴുതിയെടുക്കും. നമ്മുടെ സംസാര ഭാഷ പോലെ എഴുതിയെടുത്തിട്ട് ആദ്യമൊക്കെ ഞാൻ ഭാഷ എഴുതി പഠിക്കുമായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ എഴുതി പഠിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും 6 മണിയാകുമ്പോൾ ചാപ്പലിൽ കയറി ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ എനിക്കിത് മെമ്മറൈസ് ചെയ്യാൻ, എനിക്ക് ഓർത്തെഴുതാൻ ഒക്കെ എനിക്ക്, കാരണം ഈ കാണാതെ പഠിച്ച് സാധനം നമ്മൾ ഒരു ലൈൻ വിട്ടുപോയി കഴിഞ്ഞാല് ബാക്കി ഫുള്ളും പോവും. അപ്പം ഇതൊക്കെ എനിക്ക് ഓർക്കാനുള്ള ഒരു കൃപ തന്നെ എന്ന് പറഞ്ഞ് ആദ്യത്തെ സെമസ്റ്ററിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ പിന്നെ ദൈവം എനിക്ക് എന്റെ ബുദ്ധിയെ ദൈവം എന്താ പറയുന്ന തന്നെ എഴുതാനും, സാറന്മാർ ലെക്ചർ എടുക്കുമ്പോൾ അത് തന്നെ എഴുതിയെടുക്കുവാനും അത് മനസ്സിലാക്കി എഴുതുവാനും ഉള്ളൊരു കൃപ ദൈവം തന്നു. പിന്നെ ഞാന് എൻ്റെ ജൂനിയേഴ്സിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യുക പിന്നീടുള്ള കാലയളവിൽ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അവിടെ ആയിരുന്നപ്പോഴും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല എൻ്റെ ജെസി മാം, അതുപോലെ ജെയ്സൺ സാറ്. എൻ്റെ ഒരിക്കലും ഞാൻ മിസ്സിനെ മമ്മീന്ന് പോലും വിളിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു അമ്മയുടെ സ്നേഹം എനിക്ക് തന്നിട്ടുണ്ട്. എന്നെ ഞാൻ ഒത്തിരി ഡൗൺ ആയിപ്പോയ സമയത്ത് എനിക്ക് കൈത്താങ്ങൽ തന്നു. എന്നെ എന്താ പറയുന്ന ഒരു മകളെ പോലെ ചേർത്ത് പിടിച്ചു അവര്. അവിടെ ഉള്ള ഓരോ ടീച്ചേഴ്സും എന്നോട് പ്രത്യേകമായ ഒരു സ്നേഹവും കരുതലും തരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു കാലയളവില് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫാമിലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ദൈവം ഒരു അസാധാരണമായ ദയ എന്നോട് കാണിക്കുവാൻ, അവിടെയുള്ള ആൾക്കാരിലൂടെ കാണിക്കുവാൻ ഒക്കെ ഇടയായിത്തീർന്നു. അതെന്റെ ജീവിതത്തിൽ വലിയ ഒരു ഭാഗ്യം തന്നെയായിരുന്നു. കാരണം എവിടെയൊക്കെ നമ്മൾ നശിച്ചു പോകുമെന്നും തളർന്നു പോകുമെന്നും ഒക്കെ ചിന്തിച്ച സമയങ്ങളിലെല്ലാം കർത്താവ് എന്താ പറയുന്ന വചനം പറയുന്ന പോലെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ സൂക്ഷിക്കുന്നത് പോലെ ദൈവം എന്നെ കാത്തു. 2014 അവിടുന്ന് ഗ്രാജുവേഷൻ ചെയ്തിറങ്ങുവാനായിട്ട് ദൈവം ഭാഗ്യം തന്നു. ഇതൊക്കെ വലിയൊരു ജേർണിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞ് 2 വർഷക്കാലം ഞാൻ നിന്ന ചിൽഡ്രൻസ് ഹോമിൽ തന്നെ അവിടെ കുഞ്ഞുങ്ങളെ നോക്കുവാനായിട്ട് ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഏകദേശം അന്ന് എനിക്ക് തോന്നുന്നു 30 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവർക്കൊരു ചേച്ചി ആയിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അവരെ നോക്കുവാനും അവരുടെ കാര്യങ്ങൾ നോക്കുവാനും ഒക്കെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതിനുശേഷം പിന്നെ ഞാന് ചിങ്ങവനത്ത് അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും കൂടെ ആയിരുന്നു ഏകദേശം ഒരു 2-3 വർഷത്തോളം. അത് എന്താ പറയുന്ന അപ്പച്ചനെയും അമ്മച്ചിയെ നോക്കുന്ന ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അത് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം അമ്മച്ചി എവിടെ പോയാലും എനിക്കൊന്ന് വിദേശ രാജ്യങ്ങളിൽ ഒഴികെ ബാക്കി മിക്ക സ്ഥലങ്ങളിലും എന്നെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അമ്മച്ചിയുടെ കൂടെ അമ്മച്ചിയുടെ കാര്യങ്ങൾ നോക്കുവാനും ഒക്കെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എനിക്കിവർ അപ്പച്ചനും അമ്മച്ചിയാണ്. അതുപോലെ അമ്മച്ചിയുടെ മൂത്ത മോള് ബിനി ആൻഡ് ഷിബു, അവരായിരുന്നു എൻ്റെ അപ്പനും അമ്മയും. എനിക്ക് എന്താ പറയുന്നത്, എന്തും എപ്പോൾ വേണമെങ്കിലും പറയാനും സ്വാതന്ത്ര്യവും ഒക്കെ ആ ഫാമിലിയിൽ നിന്ന് എനിക്ക് ലഭിച്ചു. മറ്റ് സഹോദരങ്ങളാണെങ്കിലും ഞാൻ പറയും, എൻ്റെ മൂത്ത ബ്രദർ ബിജു തമ്പി, അങ്ങനെ ഞാൻ പറയുമായിരുന്നു. കാരണം ആ ഒരു സഹോദരിയോടുള്ള സ്നേഹം അല്ലെ മകളോടുള്ള സ്നേഹം ഒക്കെ എനിക്ക് അവിടെ നിന്ന് ലഭിച്ചു. എന്താ പറയുന്ന അവരെ നോക്കുവാനുള്ള ഒരു കൃപ ദൈവം തന്നു. കാരണം വലിയ കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ ഞാൻ വിശുദ്ധന്മാരെ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും അത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമായി തീരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാന്. അപ്പോ അവിടെ ആയിരുന്ന ആ ഒരു 2-2.5 വർഷക്കാലം ഞാൻ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ആത്മീയ ജീവിതത്തില് നമ്മൾ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന സമയത്ത് അത്ര അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. എങ്കിൽ പോലും ഇവിടെ നിന്ന സമയത്ത് ഒരുപാട് സമയം പ്രാർത്ഥിക്കാനും
അമ്മച്ചി എപ്പോഴും പറയും നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയല്ലാതെ നമ്മുടെ ലൈഫിൽ ഒരു കാര്യങ്ങൾക്ക് നീക്കുപോക്ക് ഉണ്ടാകത്തില്ല. അങ്ങനെ അമ്മച്ചിയുടെ ഒരുപാട് അനുഭവങ്ങൾ, അപ്പച്ചന്റെ അനുഭവങ്ങൾ, ഇന്നും അവരുടെ അനുഭവങ്ങളാണ് എന്നെ ഈ സുവിശേഷവേല ചെയ്യുമ്പോഴും എനിക്ക് ഒത്തിരി ബലം. കാരണം ഞാൻ കാണുന്ന തമ്പി അപ്പച്ചൻ ആരോഗ്യം ഉണ്ടായിരുന്ന ആ സമയത്ത് വീടിന്റെ മുകളിൽ ഒരു റൂം ഉണ്ടായിരുന്നു. അവിടെ പോയിരുന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പച്ചൻ. അപ്പൊ അപ്പച്ചൻ ആ ഒരു പ്രായത്തിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്ന സമയത്തും അദ്ദേഹം ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മേടിക്കാനുള്ള ഒരു ഒരു ഇൻസ്പിറേഷൻ നമ്മളിലേക്കും പാസ് ചെയ്തു. അമ്മച്ചിയാണെങ്കിലും അന്യഭാഷയിൽ ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എപ്പോഴും അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ അതൊക്കെ എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും ആത്മീയമായി വളരുവാനും വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും ഒക്കെ എനിക്ക് ആ സമയം ഇടയായിട്ടുണ്ട്. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ ഞാൻ എൻ്റെ പറഞ്ഞല്ലോ അടുത്തൊരു ലെവലിലേക്ക് ഒരു വിവാഹപ്രായ എത്തിയപ്പോ പലരും ഇങ്ങനെ പല ആലോചനകൾ അമ്മച്ചിയോട് പറഞ്ഞപ്പോഴും ഞാൻ എന്താ പറയുന്ന ഒരു ലിസ്റ്റ് എഴുതി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയുള്ള ആള് വേണം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാന് പറയട്ടെ, ഞാന് എൻ്റെ കാര്യങ്ങളൊന്നും അധികം അങ്ങനെ ആരോടും പോയി പറഞ്ഞ് നേടുന്നതിനേക്കാൾ ഉപരി ഒരു ചെറിയ പേപ്പർ എടുത്തിട്ട് അതിലെല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് ഇങ്ങനെ ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എൻ്റെ ഈ ആഗ്രഹം സാധിപ്പിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്രകാരം എൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എഴുതി വെച്ച് ഇങ്ങനെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് പല ആലോചനകളും ഇതിനിടയ്ക്ക് വന്നു പോയി. അങ്ങനെയാണ് അച്ഛൻ്റെ എൻ്റെ ഹസ്ബൻഡിന്റെ ആലോചന വരുന്നത്. അത് മിറക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. വിവാഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ഞാൻ എനിക്ക് തോന്നുന്നു അമ്മച്ചിയായിട്ട് കൽക്കട്ടയിലായിരുന്നു. കൽക്കട്ടയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അവളെ ആക്ച്വലി 2007 ഞാൻ പായിപ്പാട് വെച്ച് നടന്ന ഞങ്ങളുടെ ഒരു ക്യാമ്പിന് കണ്ട പരിചയമേ ഉള്ളൂ. പിന്നെ ഒരു തവണയും കണ്ടിട്ടുള്ളൂ. 2007 എന്ന് പറയുമ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ അത് തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആ ഫ്രണ്ടിനെ കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ അവളെ കണ്ടിട്ട് പോലും, കാരണം അന്ന് നമുക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ അവളുമായിട്ട് സംസാരിക്കുന്നത് ഏകദേശം 2018 നവംബറിലാണ് ഞാൻ അവളോട് സംസാരിക്കുന്നത്. ഈ ഒരു ഡ്യൂറേഷനിൽ ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് പോലും ഇല്ല. പക്ഷേ അച്ചാച്ചന്റെ ഫ്രണ്ടാണ് അവളും. അപ്പൊ അദ്ദേഹം കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിലാണ് പഠിച്ചത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ അവളോട് പറഞ്ഞു, എനിക്കിങ്ങനെ വിവാഹാലോചനയൊക്കെ നോക്കുന്നുണ്ട്, അച്ഛക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണം, എന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ ഉണ്ടെങ്കിൽ നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛ എന്നെ എന്തോ ദൈവം അവളുടെ ഹൃദയത്തിൽ ഓർപ്പിച്ചു എന്നെ പറ്റി. എനിക്ക് പെട്ടെന്ന് മെസ്സേജ് ഇട്ടു, നീ എവിടെയാ, എന്ത് ചെയ്യുക, ഇങ്ങനൊരു പ്രപ്പോസൽ വന്നു, ഞാൻ നിന്റെ കാര്യം പറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് മെസ്സേജ് അയച്ചു. എന്നോട് നമ്പർ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നോട് ചോദിക്കേണ്ട, ബിനിയമ്മയും ശുഭങ്ങളുമാണ് എന്റെ കാര്യങ്ങൾ നോക്കുന്നത്, നീ അവരുമായിട്ട് സംസാരിക്ക്, ഞാൻ നമ്പർ തരാമെന്നും പറഞ്ഞിട്ട് ഞാൻ നമ്പർ അവൾക്ക് പാസ് ചെയ്തു. പിന്നെ അവര് തമ്മിലാണ് സംസാരിച്ചത്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2017 ഡിസംബറിൽ 29-ാം തീയതി എന്തോന്ന് ഇവരെന്നെ കാണാൻ വരുന്നു. ജസ്റ്റ് ഒരു പെണ്ണ് കാണൽ എന്നാണ് എല്ലാരും വിചാരിച്ചത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പം വിവാഹത്തിന്റെ ഡേറ്റ് വരെ എടുത്തോണ്ടാണ് പിന്നെ അവര് കടന്നുപോയത്. എല്ലാം ദൈവത്തിന്റെ ഒരു എന്താ പറയുന്ന ഒരു ടൈമിങ് ആയിരുന്നു എല്ലാം. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്കൊരു വിവാഹമോ അല്ലെങ്കിൽ നല്ലൊരു ജീവിതമോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു. എനിക്ക് 2018 ജനുവരി 12-ാം തീയതി ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടന്നു. എൻഗേജ്മെന്റ് നടന്നപ്പോൾ ഞങ്ങളുടെ തിയാടിക്കലുള്ള എൻ്റെ ബന്ധുക്കളെയും എൻ്റെ നാട്ടുകാരെയും ഒക്കെ ഞാൻ വിളിച്ചു എന്റെ എൻഗേജ്മെന്റിന് വേണ്ടി. അവരൊക്കെ അവിടെ വന്നു.
വന്നപ്പോൾ എന്താ പറയുന്നത്, എല്ലാവരും കണ്ണു നിറഞ്ഞ കടന്നുപോയത്. കാരണം ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ബാഗിനകത്ത് ഞങ്ങളുടെ കുറച്ച് തുണിയുമായിട്ടാണ് ഞാൻ ആ ദേശം വിട്ടു പോകുന്നത്. ഈ യാക്കോബ് ഒരു വടിയുമായി കടന്നു പോയെന്ന് പറഞ്ഞ പോലെ ഞാനൊരു ബാഗിനകത്ത് ഒരു തുണിയുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു അവിടുന്ന്. പക്ഷെ ദൈവം ഞങ്ങളെ മാനിച്ചത് ഓർത്ത് അവിടെ വന്ന ഓരോരുത്തരെയും കണ്ണ് നിറയുവാനായിട്ട് ഇടയായി തീർന്നു. വിശേഷാൽ തമ്പിയപ്പച്ചൻ എൻ്റെ വിവാഹം നടത്തണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ ആ ഒരു കൾച്ചറും സാഹചര്യവും ഒക്കെ ചെറുക്കൻ്റെ വീട്ടുകാരാണല്ലോ നടത്തുന്നത്. അപ്പച്ചൻ ഒത്തിരി ആഗ്രഹിച്ചു, ചോദിച്ചു, പക്ഷെ നടന്നില്ല. പക്ഷെ അപ്പച്ചൻ ആ എൻഗേജ്മെന്റ് ഒരു കല്യാണമാക്കി തന്നെയാണ് നടത്തിയത്. കാരണം എന്താ, കൈ പിടിപ്പിച്ചില്ലെന്നേ ഉള്ളൂ, ബാക്കി മെസ്സേജ് ആണേലും കാര്യങ്ങളാണേലും എല്ലാം. അപ്പൻ എന്നെ പറ്റി ഈ പറയുന്നതെല്ലാം കേട്ടപ്പോൾ അപ്പം വളരെ അഭിമാനത്തോടു കൂടെയാണ് അപ്പച്ചൻ അന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞത്. അത് ഇവർക്ക് ഒരുപാട് എന്താ പറയുന്നത്, സന്തോഷവും വിഷമവും ഒക്കെ എൻ്റെ ബന്ധുക്കള് ഒക്കെ എൻ്റെ ആ നന്മ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾ എന്തായി തീരുമെന്ന് ചിന്തിച്ചവരുടെ മധ്യത്തില് ദൈവം ലജ്ജിപ്പിക്കാതെ ഞങ്ങളെ നന്മയ്ക്കായി നന്മയ്ക്ക് ഒരു കാരണമാക്കി തീർത്തു. അതിനുശേഷം മാർച്ച് 29-ാം തീയതിയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. ഞാന് പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങളും എന്ന് മറ്റു പലർക്കും അത് ഇങ്ങനെയോ എന്ന് ചിന്തിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, കല്യാണത്തിന് വേണ്ടി ഞാൻ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമെന്ന്. ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ച കാര്യമാണ്, എൻ്റെ കല്യാണത്തിന് ഫോട്ടോ എടുക്കുന്ന ആൾ വേണം, എൻ്റെ കല്യാണത്തിന് ആൾക്കാർക്ക് പോകാൻ ബസ് വേണം. ഇതൊക്കെ ഇന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നവരുണ്ടാകും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊക്കെ എൻ്റെ ആവശ്യം ഞാൻ ഡയറക്റ്റ് ദൈവത്തോട് പറയുമായിരുന്നു. അപ്പൊ ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാര്യം ഫോട്ടോഗ്രാഫ് അത് തന്നെയാണ്. ഇന്നും എനിക്കത് ഭയങ്കര ഒരു ഇത്രയും ചെറിയ കാര്യം പോലും ദൈവം നമ്മളെ ശ്രദ്ധ വെച്ച് കേൾക്കും എന്നുള്ള ഒരു ഉറപ്പായിരുന്നു അത്. കല്യാണത്തിന്റെ തലേന്ന് ബിനമ്മ വന്നിട്ട് പറഞ്ഞു, എടി എൻഗേജ്മെന്റിന്റെ ഫോട്ടോസ് ഒക്കെ നമ്മൾ എടുത്തല്ലോ, അപ്പൊ കല്യാണത്തിന്റെ ഇത് ഞാൻ അറേഞ്ച് ചെയ്തില്ല, കാരണം അവരുടെ സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ടല്ലോ, എന്തിനാ നമ്മള് അതിനുവേണ്ടി മീൻസ് അതിനുവേണ്ടി ഒരു ഓവർ ചെലവ് വേണ്ടല്ലോ എന്നുള്ള രീതിയിൽ ബിനമ്മ പറഞ്ഞു. ഓക്കെ അമ്മ, ശരിയെന്നും പറഞ്ഞ് ഞാൻ പോയി കിടന്നു. പക്ഷെ ഞാൻ രാവിലെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി വീട്ടിൽ വന്നപ്പോൾ ഫോട്ടോഗ്രാഫർ നിൽക്കുന്നു. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു അച്ചാച്ചനാണ്. ഞാൻ അന്നേരം ചോദിച്ചു, അച്ഛൻ എന്താ ഇവിടെ? അത് എന്നെ ഒരാൾ അപ്പോയിന്റ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ വന്നേ എന്ന് പറഞ്ഞു. അപ്പം അതിന്റെ സ്റ്റോറി, ഞങ്ങളുടെ ഹോമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിദേശി ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്നെ വളരെ കാര്യമാണ്. ജീന എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ തന്നെയാ. അപ്പൊ അദ്ദേഹം എൻ്റെ വിവാഹമാണെന്ന് അറിഞ്ഞത് കൊണ്ട് എൻ്റെ കുറച്ച് ഫോട്ടോസും പിന്നെ ഹോമിന്റെ കുറച്ച് പിക്ചറുകളും പുള്ളിക്ക് വേണം. അതുകൊണ്ട് പുള്ളി ഡയറക്റ്റ് അപ്പോയിന്റ് ചെയ്തതാണ് ഈ അച്ചാച്ചനെ. അപ്പം എനിക്ക് എന്താ പറയുന്നത്, ചിരിക്കണോ കരയണോ എന്താ നമ്മുടെ ആ മനസ്സിലുണ്ടാകുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ. ദൈവം ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് ആ ഒരു മൊമെന്റിലും മനസ്സിലാകുവാനായിട്ട് ഇടയെത്തണം. അതുപോലെ ചർച്ചിൽ നിന്ന് പോകാനുള്ള ബസ് കാര്യങ്ങളെല്ലാം ഒരു അപ്പനും അമ്മയും ഉള്ള ഫിസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഫാദറും മദറും ഉള്ള മോടെ കല്യാണം എങ്ങനെ നടക്കുന്നു അതുപോലെ തന്നെയാണ് എൻ്റെ യേശുപ്പച്ചൻ ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികളിലൂടെ ദൈവം എനിക്ക് നടത്തി തരുവാനായിട്ട് ഇടയായി തീർന്നത്. ഞാന് എന്താ പറയുന്നത്, പുറകോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്ക് ഇതിനൊന്നും യോഗ്യതയില്ല. വന്ന വഴികൾ ഓരോന്ന് എടുത്തു നോക്കുമ്പോൾ ഇതൊന്നും അനുഭവിക്കാൻ ഞാൻ യോഗ്യതയുള്ളവളല്ല. അതിന് പറയുന്ന പോലെ എന്താ പറയുന്നത്, ജാതിപരമായോ കുടുംബപരമായോ ഒന്നും ഒരു യോഗ്യതയുമില്ല. ഇന്ന് ഓർത്താല് നമ്മള് തെരുവിൽ കിടക്കേണ്ടവരായിരുന്നു. പക്ഷെ ദൈവം അവിടെയൊക്കെ ശ്രേഷ്ഠകരമായിട്ട് എന്നെ നടത്തി. എൻ്റെ ഫാമിലി മെമ്പേഴ്സിനേക്കായി ഉപരി ഞാൻ അഭിമാനത്തോടെ പറയും, അവരെ എൻ്റെ നാട്ടുകാരെക്കായി ഉപരി ദൈവം എന്നെ മാനിക്കുവാനായിട്ട് ഇടതീർന്നു. അവര് നോക്കുന്ന പോലെ വലിയ വീടോ സമ്പാദ്യങ്ങളോ ഒന്നുമല്ല, പക്ഷെ ക്രിസ്തുവിൽ
എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ തമ്പുരാൻ എനിക്ക് നൽകി തന്നു. അതിനുശേഷം ഞങ്ങള് ആദ്യ വിവാഹത്തിന് ശേഷം ഞങ്ങള് ജമ്മുവിലേക്കാണ് കടന്നുപോയത്. അവിടെ കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഞാനൊരു 6 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ 2 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു. അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുപോലൊരു സാഹചര്യമായിരുന്നു അവിടെ. അതുപോലൊരു സ്ഥലത്താണ് ഞങ്ങൾ ആയിരുന്നത്. പക്ഷേ ഞാൻ അവിടെ വിട്ടുപോന്നപ്പോ ഞാൻ പറഞ്ഞു, ദൈവമേ ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ഒത്തിരി ഞാൻ വിഷമിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട്. പക്ഷെ ദൈവം എന്നെ പിന്നെ പഠിപ്പിച്ചൊരു കാര്യം, നിങ്ങളെ അവിടെ പ്രാർത്ഥിക്കാനാ വിട്ടത്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനല്ല. ആ മിനിസ്ട്രിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുക. നമ്മളൊരു കൃഷിക്കാരനാണെങ്കിൽ ആദ്യം അങ്ങനെയാണല്ലോ, നിലം ഉഴുതിട്ടാണല്ലോ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ആ ഒരു സുവിശേഷ വേലയുടെ ആദ്യത്തെ പടി എന്ന് വേണം പ്രാർത്ഥിക്കാനാണ് ദൈവം അവിടെ വിട്ടത്. അങ്ങനെ അവിടെ ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തീർന്നു. അതിനുശേഷം ഞങ്ങൾ ജമ്മു വിട്ടുപോന്നു. ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഞങ്ങള് തിരിച്ച് ദുർഗാപൂര്, ഞങ്ങള് വെസ്റ്റ് ബംഗാൾ ദുർഗാപൂരിൽ ICPF-നോടുള്ള ബന്ധത്തില് ഞങ്ങൾ പിന്നെ 2019 ജോയിൻ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സമയത്ത് യാദൃശികമായിട്ട് ജമ്മുവിലുള്ള ഒരു പാസ്റ്ററിന്റെ വൈഫ് ലീന ആന്റി എന്നെ ഇങ്ങനെ, എന്റെ നമ്പറൊന്നുമില്ല, പക്ഷെ ആന്റി എനിക്ക് മെസ്സേജ് ഇട്ടു, മോളെ നിങ്ങള് അന്ന് പോയി ഇങ്ങനെയുണ്ട് പ്രാർത്ഥിച്ച ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇന്ന് നമ്മുടെ മിഷണറിമാരുണ്ട്. ആന്റിക്ക് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല, കാരണം ആ ആന്റിയായിട്ട് ഞങ്ങൾ അത്ര വലിയ ക്ലോസ് പോലും അല്ല. ഒരിക്കൽ പോലും ജമ്മു വിട്ടതിന് ശേഷം ഇപ്പോഴും അങ്ങനെ വിളിക്കുകയോ പറയുകയോ ഒന്നുമില്ല. പക്ഷെ അന്ന് എന്റെ ആ ഒരു വിഷമത്തിന് ദൈവം ആൻസർ തന്നതാണ് ഇന്ന് അവിടെ മിഷണറിമാര് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതിനുശേഷം എനിക്കത് വളരെ എന്റെ വിശ്വാസ ജീവിതത്തെ ഇതൊക്കെ എന്നെ ഉറപ്പിച്ച ഓരോ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദുർഗാപൂരിലായിരുന്ന സമയങ്ങളില് മീൻസ് യൗവനക്കാരുടെ ഇടയിലായിരുന്നു. ഒരുപാട് കുഞ്ഞുങ്ങളെ പരിചയപ്പെടാനും കർത്താവിൽ ഉറപ്പിക്കുവാനും ഒക്കെ ദൈവം ഭാഗ്യം തന്നു. തകർന്നു പോയി കിടന്നിരുന്ന സ്ഥലമായിരുന്നു. പക്ഷെ ദൈവം ആ ദേശത്തെ വേല കൊണ്ടുവരുവാനായിട്ട് ദൈവം ഇടയാക്കി. ഇന്ന് ഞങ്ങൾ തന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ഒരു മോള് ഇന്ന് അവിടുത്തെ സ്റ്റാഫായിട്ട് ഇരിക്കുന്നു. അത് എന്താ പറയുന്നത്, നമ്മുടെ മക്കള് തന്നെ നമ്മുടെ പിന്നെ വന്ന് വേല ചെയ്യുമ്പോൾ അത് വളരെ ഭാഗ്യവും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇന്ന് മോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഫാമിലി അവര് CNI ബാക്ക്ഗ്രൗണ്ട് ആണ്. പക്ഷെ അതിനകത്തുനിന്ന് അവള് പുറത്തു വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇന്ന് അവള് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങള് ഇന്ന് കൽക്കട്ടയുടെ പ്രദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ദൈവം ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും ഞങ്ങളെ അതിശയകരമായിട്ട് ദൈവം നടത്തുന്നു. എപ്പോഴൊക്കെ നമ്മള് എന്താ പറയുന്നേ, ഡൗൺ ആയി പോകുന്ന സാഹചര്യങ്ങളിൽ, അത് ഫിസിക്കലി ആയിക്കോട്ടെ, മെന്റലി ആയിക്കോട്ടെ, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, ദൈവം അതത് സമയങ്ങളില് വചനം പറയുന്നു, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ദൈവം ഞങ്ങളുടെ കാര്യങ്ങളും ഓരോ സമയങ്ങളിലും ദൈവം നടത്തുന്നുണ്ട്. എടുത്തു പറയേണ്ടതൊക്കെ എൻ്റെ മോന്റെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ അവനെ സ്കൂളിൽ കയറ്റേണ്ട ആ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഈ മകനെ ഞങ്ങളുടെ ജീവിതത്തിൽ യേശുപ്പച്ചനാ തന്നത്, അവന് വേണ്ടുന്ന നന്മയും ദൈവം അതത് സമയത്ത് നൽകി തരണമെന്ന് പ്രാർത്ഥിച്ചു. ഒരിക്കൽ പോലും അവന്റെ ഫീസ് മുടങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് പെൻഡിങ് ആകാനോ ദൈവം ഇടയാക്കിയിട്ടില്ല. എല്ലാം ആ ഒരു കറക്റ്റ്, അവന് 10-ാം തീയതിക്കുള്ളിലാണ് അവന്റെ ഫീസ് അടയ്ക്കേണ്ടത്. ആ ഡേറ്റിനുള്ളിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നുണ്ട്. ഇന്നും ദൈവം ഓരോ വ്യക്തി ജീവിതങ്ങളെ അതത് സമയത്ത് എഴുന്നേൽപ്പിക്കുന്നു. ഈ കഴിഞ്ഞ മാസങ്ങളിലും ദൈവപ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് തീർന്നു. കാരണം എന്നെ സംബന്ധിച്ച് വ്യക്തികളോട് ചോദിച്ച ഒരു അനുഭവം എനിക്കില്ല. ഞാൻ എൻ്റെ നിയന്ത്രണം വിട്ട് ആരെങ്കിലോടും എന്തെങ്കിലും ചോദിച്ചെന്നേ ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ ഞാൻ എനിക്കൊരു ഡ്രസ്സ് വേണമെങ്കിൽ, ഞാൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ പോലും ഞാൻ ദൈവത്തോട് ചോദിച്ച്, കർത്താവേ എനിക്ക് അത് മേടിക്കാനുള്ള എന്തെങ്കിലും വഴി യേശുപ്പച്ചൻ ഒരുക്കി തരണം. എന്റെ പിതാവിനോട് പറയുന്ന പോലെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ എന്റെ ജീവിതത്തിൽ നടന്നത് കൊണ്ട് ഇന്നും ആ ഒരു രീതിയിൽ മേടിക്കാനേ എനിക്ക് അറിയത്തുള്ളൂ. ഈ ആൾക്കാരോട് പോയി മേടിക്കാനുള്ള ഒരു എന്നാ പറയുന്നേ, ഒരു അറിയത്തില്ല ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇന്നും എനിക്ക് വീട്ടിലാണേലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ വരുമ്പോ ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ ഞാന്
എന്റെ ആഗ്രഹം ഇതാണ്, എന്റെ ആവശ്യം ഇതാണ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഞാൻ ഒരു എന്റെ ജീവിതത്തിൽ ഒരു ചെറിയ അനുഭവം കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഞങ്ങൾ ദുർഗാപൂരിലായിരുന്ന സമയത്ത് ഫിനാൻഷ്യലി ഭയങ്കര സീറോ ആയിരിക്കുന്ന ഒരു സമയം. അന്ന് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ ഞങ്ങള് ഒരങ്കിളിന്റെ ICPF തന്നെ ഞങ്ങള് ഒരു എനിക്കൊന്ന് 10,000 രൂപയായിരുന്നു ഒന്ന് മേടിച്ചായിരുന്നു ഒരു കാര്യത്തിന് വേണ്ടി. അപ്പൊ ഒരു ഡേറ്റ് പറഞ്ഞാണ് അച്ഛൻ അങ്കിളിനോട് മേടിച്ചത്. ആ മേടിച്ച സമയത്തിനുള്ളിൽ കൊടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം മനസ്സിൽ കിടക്കുക. ഞാൻ ഒരു രാത്രിയില് എന്താ പറയുന്നത്, ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരി ഉണ്ടായിരുന്നു, ഗ്യാസ് ഇന്നോ നാളെയെന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഞങ്ങൾ അവിടെ ദുർഗാപൂരിലുണ്ടായിരുന്ന ഒരു ആന്ധ്ര ഫാമിലി, അവര് കൊണ്ടുവന്ന ഒരു പീനട്ടിന്റെ ചട്നി ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നതാ. അതുകൊണ്ട് അപ്പൊ ഞാൻ എന്നും ഈ കഞ്ഞി വെക്കും. കഞ്ഞി മീൻസ് ചോറ് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. ഇത് തീരല്ലേ തീരല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ തിളപ്പിച്ച് ഇറക്കി വെക്കും. ഇറക്കി വെച്ച് ഈ ചട്നിയും കൂട്ടി കഴിക്കും. അപ്പൊ ഒരു ദിവസം എന്റെ മോൻ എന്നോട് ചോദിച്ചു, അമ്മ മീനില്ലേ അമ്മ എന്ന് അവനെന്നോട് ചോദിച്ചു. അത് നമ്മളെ എനിക്കത് ഭയങ്കര വിഷമമായി അവൻ അങ്ങനെ ചോദിച്ചപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നാളെ നമുക്ക് മീൻ തരും, മോൻ പ്രാർത്ഥിച്ചാൽ മതി, യേശുപ്പച്ചൻ തരുമെന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു. അന്ന് രാത്രി അത് എന്നെ ഭയങ്കരമായിട്ട് വിഷമിച്ചു, എന്നെ ഒത്തിരി വിഷമിപ്പിച്ചു അത്. എന്നിട്ട് ഞാൻ അന്ന് രാത്രിയില് ഇവര് കിടന്നുറങ്ങിയപ്പോ ഞാന് ഇരുന്ന് ദേവസഭയിൽ പ്രാർത്ഥിച്ചു, യേശുപ്പച്ച ഞങ്ങൾക്ക് നാളെ, എൻ്റെ ഒരു കൊച്ചു മനസ്സില് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് നാളെ ചിക്കനും കൂട്ടി ചോറ് കഴിക്കണം, യേശുപ്പച്ചൻ അത് തരാൻ പറ്റുമെങ്കിൽ തരണം എന്ന് ഞാൻ പറയാനായിട്ട് ഇടയായി തീർന്നു. ചിലപ്പോ കേൾക്കുന്നവർക്ക് ചിലപ്പോ ഒരു ചിരിയായിട്ട് തോന്നുവാക്കാം. പക്ഷെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ കിടന്നു. രാവിലെ ആയി എന്ന് എഴുന്നേക്കുന്ന പോലെ രാവിലെ എഴുന്നേറ്റു, കാര്യങ്ങൾ ചെയ്തു. അന്നത്തെ പോലെ ചോറിറക്കി വെച്ചു. എനിക്കൊന്ന് മോന് നമ്മുടെ ഇവിടുത്തെ മൂടി അത് കൊടുത്തു. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അച്ഛൻ്റെ ഫ്രണ്ട് ഓഫീസിൽ ആ റൂമിൽ ഇരിക്കുക, ഞാൻ അടുക്കള ഇരിക്കുക. ഞാൻ സമയം നോക്കി 10 മണിയായി. ഒരു അനക്കവും ഇല്ല. ഞാൻ എന്നിട്ട് പറഞ്ഞു, യേശുപ്പച്ചന് തരാൻ ഇഷ്ടമില്ലെങ്കില് വേണ്ട. അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ മീറ്റിങ്ങുകൾക്ക് വേണ്ടി ഉപവസിക്കുകയും ഫണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ. നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ട് അച്ഛൻ എന്താ പ്രാർത്ഥിക്കാത്ത എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ ദേഷ്യത്തിൽ നിന്ന് വിഷമത്തിൽ നിന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു. അങ്ങനെ അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ എൻ്റെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ഇനി പ്രാർത്ഥിക്കത്തുമില്ല. കാരണം എൻ്റെ കാര്യം നോക്കേണ്ടത് കർത്താവിന്റെ ഉത്തരവാദിത്വം, ദൈവം അത് ചെയ്തോളും, അത് സമയത്ത് അങ്ങ് ചെയ്തോളും എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞു അവിടെ നിന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നമ്മുടെ അപ്പനോട് വാശി പിടിച്ച് പറയുന്നത്, ഞാൻ പറയും, ഇനി ഞാനൊന്നും യേശുപ്പച്ചനോട് പറയത്തില്ല, യേശുപ്പച്ചൻ ഇഷ്ടമുള്ളതുപോലെ ആയിക്കോ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. ഇങ്ങനെ അങ്ങ് സംസാരിക്കുവല്ല. ഒരു 12 മണി ആയപ്പോഴത്തേക്ക് എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ്. എനിക്ക് എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല. മെസ്സേജ് ഒരു ജിപേയുടെ സ്ക്രീൻഷോട്ടാ വന്നേ. എനിക്കൊന്ന് 20,000 റുപ്പീസ് വന്നേക്കുക. അത് വേറെ ആരുമല്ല, എൻ്റെ പിനിമ തന്നെയാണ് എനിക്ക് ആ പൈസ അയച്ചത്. ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ബുദ്ധിമുട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, ഇത്രയും സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പിനിയമ്മ പറഞ്ഞ ഒരു പക്ഷെ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യും, എനിക്കത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ വേണമെന്നോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്നതൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ വിനിയമ്മ എനിക്ക് ആ പൈസ ഇട്ട് തരാൻ ഞാൻ എൻ്റെ റൂമിൽ കയറിയിട്ട് എന്താ പറയുക, തുള്ളിച്ചാടത്തില്ലേ, അതുപോലെ 2 ചാട്ടവും ദൈവത്തോട് കരഞ്ഞ് ഞാൻ അവിടെ നിന്ന്, ദൈവമേ ഇത്രയും മാത്രം എന്നെ സ്നേഹിക്കുക, അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. എന്നിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു, മെസ്സേജ് എന്തെങ്കിലും വന്നോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചെന്നപ്പോ ഇതേ അവസ്ഥ, അവിടെ കണ്ണും തള്ളിയിരിക്കുക, ഇത് എങ്ങനെ സംഭവിച്ചു എന്താന്നുള്ളത്. അപ്പൊ ഞാൻ പെട്ടെന്ന് പിന്നെ എന്നെ വിളിച്ചു. അന്നേരം പറഞ്ഞു, എടി എനിക്ക് പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി, അങ്ങനെ തന്നതാ. ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഈ പൈസ
ആ അങ്കിളിന് കൊടുക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ ഇടയാക്കി. അന്ന് ഞങ്ങള് ചിക്കൻ കറിയും കൂട്ടി ചോറും കഴിച്ചു. വളരെ സന്തോഷമായിരുന്നു. അങ്ങനെയാണ് പിന്നീടുള്ള ഓരോ ലൈഫ്. ഞാനിവിടെ രാത്രി 2 മണിക്കൊക്കെ എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിച്ചപ്പോ ഞാനും എന്റെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ആ സമയത്ത് പോലും എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, മോളെ ദൈവം എനിക്ക് ഇങ്ങനെ നിന്നെപ്പറ്റി ഒരു ചിന്ത തന്നു. ഈ ഒരു എമൗണ്ട് നാളത്തേക്ക് അരി എങ്ങനെ മേടിക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയമായിരിക്കും. നിന്നെപ്പറ്റി ഇങ്ങനെ ദൈവം എന്നെ ചിന്തിപ്പിച്ചു, നിന്റെ അക്കൗണ്ട് നമ്പർ താന്നും പറഞ്ഞു. ഇന്നും ഞാൻ മെസ്സേജുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ദൈവം നടത്തുന്ന വഴികള് എത്രമാത്രം പറഞ്ഞാലും തീരത്തില്ല. ഒരുപാട് കാര്യങ്ങള്. ഒരു നല്ല ജമ്മുവിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു സൈക്കിള് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ദൈവം 2 വീലർ ഇല്ലാതിരുന്ന സമയങ്ങളുണ്ട്. ഞങ്ങളുടെ ദുർഗാപൂരിലായിരുന്നപ്പോ 2 വീലർ ഉണ്ടായിരുന്നു. അത് കേട് വന്ന് അത് പഴയ ഒരു വണ്ടി. അതുമായിട്ട് ഞങ്ങൾ പലപ്പോഴും അപകടങ്ങൾ വരെ സംഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദൈവം ഒരു രാത്രി കൊണ്ട് ദൈവം ഞങ്ങൾക്ക് അത്ഭുതങ്ങളെ ചെയ്തു തന്നിട്ടുണ്ട്. ഇന്നും ദൈവം 2 വീലറിനെ തന്നു, 4 വീലർ തന്നു. ഇതൊക്കെ ഞങ്ങൾ വണ്ടി എടുക്കുമ്പോഴൊക്കെ പറയുന്നത്, അച്ഛാ നമ്മൾ വണ്ടി എടുത്തല്ലേ എന്നൊരു ആശ്ചര്യമാണ്. കർത്താവ് നടത്തുന്ന ഓരോ വഴികൾ. ഇന്നും ദൈവം വിശ്വസ്തനാണ്. പലപ്പോഴും ഞാന് ദൈവസന്നിധിയിൽ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ദൈവത്തോട് കരഞ്ഞു നിലവിളിക്കുമ്പോൾ ദൈവം ഒരിക്കൽ പോലും എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു സഹോദരനുണ്ട്. അവനെ 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് അവനെ വേറൊരു ഹോമിലേക്ക് മാറ്റേണ്ടതായി സാഹചര്യം വന്നു. പെൺകുട്ടികളും ബോയ്സിന് ഒന്നിച്ച് നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവനെ വേറൊരു ഹോമിലേക്ക് ആക്കി. അവിടെ മോൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ട വന്നു. ഒരുപാട് ടോർച്ചറിങ്ങിലൂടെ അവൻ കടന്നുപോയി. അതിന്റെ ഫലമായി അവൻ ഒത്തിരി ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഇന്നും അവൻ പിന്മാറ്റത്തിലാണ്. ഞാൻ ഇന്നും അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞു പ്രായത്തില് ഞങ്ങൾ ചിങ്ങാനത്തെ അന്ന സമയത്ത് അവൻ അംഗൻവാടി പോകുമ്പോൾ ട്രാക്റ്റും കൊണ്ടായിരുന്നു പോകുന്നത്. വഴി കാണുന്ന എല്ലാ മനുഷ്യർക്കും കൊടുക്കുമായിരുന്നു. അതുപോലെ പാട്ട് പാടുമായിരുന്നു. പ്രസംഗിക്കാനും ഒക്കെ കഴിവുള്ള ഒരു മോനായിരുന്നു. പക്ഷെ ഇന്ന് അവൻ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ദൈവം അവനെ മടക്കി കൊണ്ടുവരും. ദൈവം ഞങ്ങൾ ഒന്നിച്ച് കർത്താവിന്റെ വേല ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത്രത്തോളം എന്നെ നടത്തിയ ദൈവം ഇനിയും നടത്താൻ വിശ്വസ്തനാണ്. ദൈവം ഒരിക്കലും നമ്മളെ വിളിച്ചിട്ട് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. അതിന്റെ ഒരു സാക്ഷി ആണ് ഞാന്. എനിക്ക് എൻ്റെ പ്രേക്ഷകരോട്, എന്നെ കാണുന്നവരോട് പറയാനുള്ളത്, ദൈവം നമ്മൾ അവിശ്വസ്തത കാണിച്ചാൽ പോലും ദൈവം അവിശ്വസ്തത നമ്മളോട് കാണിക്കത്തില്ല. ഇങ്ങനെ എല്ലാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമാണ്. ശരിയാണ്. എൻ്റെ ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ അവസ്ഥയിലും ഞാൻ തകർന്നു ആത്മഹത്യ പോലും ആഗ്രഹിച്ച സമയങ്ങളിൽ പോലും ദൈവം എന്നെ അവിടെ ഒന്നും തള്ളിക്കളഞ്ഞില്ല. എൻ്റെ നമ്മൾ കുറവുകളുള്ളവരാണ്. നമ്മുടെ കുറവുകളെ ക്ഷമിക്കാൻ അതൊരു അപ്പന്റെ വാത്സല്യത്തോട് തന്നെ ദൈവം നമ്മളെ ചേർത്തുള്ളൂ. എനിക്ക് ഈ അപ്പന്റെ സ്നേഹം കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ ഒരു അപ്പനും മകളും ഒരു ബന്ധം പോലെ ഞാനും കർത്താവുമായിട്ടുള്ള ചിലപ്പോൾ നമ്മുടെ ഒരു കരച്ചില്ല, അല്ലെങ്കിൽ നമ്മളൊന്ന് അടുത്ത് ചെല്ലാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ജീവിത സാഹചര്യങ്ങളെ കണ്ട് നമ്മൾ പതറി പോകരുത്. ഇന്ന് കഷ്ടതയാണെങ്കിൽ ദൈവം നിശ്ചയമായിട്ട് നാളെ ദൈവം നമ്മളെ കൈപിടിച്ചുയർത്തും. ദൈവം നമ്മളെ മാനിക്കും. അതാണ് നമ്മൾ ബൈബിള് പഠിച്ചാലും നമ്മൾ പലരുടെയും ജീവിതങ്ങൾ എടുത്തു നോക്കിയാലും വ്യക്തിപരമായി എനിക്കും പറയാനുള്ളത്, ദൈവം വിശ്വസ്തനാണ്, ദൈവം കൈവിടുകയില്ല. ഈ ഒരു അവസരം തന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെ ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങ് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായി, ഉപകാരങ്ങൾക്കായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ. എൻ്റെ ഈ സാക്ഷ്യം ദൈവമേ, ഈ കേൾക്കുന്ന ജീവിതങ്ങളിൽ കർത്താവെ അവർക്ക് പ്രത്യാശയ്ക്ക് കാരണമായി തീരുവാൻ, കർത്താവിലുള്ള വിശ്വാസത്തിന്റെ ഹല്ലേലൂയ കാരണമായി തീരുവാൻ ഇടയാക്കണമേ അപ്പ. ഹല്ലേലൂയ. വിശേഷാൽ കർത്താവിന്റെ ദാസനെയും ബലപ്പെടുത്തണമേ അപ്പ. ഹല്ലേലൂയ. താൻ ഈ ചെയ്യുന്ന ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ. അപ്പ ഈ ഹല്ലേലൂയ ആരോമ TV അനേകരുടെ കർത്താവ് വിടുതലിനും രൂപാന്തരത്തിനും കാരണമായി തീരണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുപ്പച്ചന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. ആമേൻ.
താങ്ക് യു പ്രിയ സൗമ്യ സിസ്റ്റർ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഹൃദയസ്പർശിയായ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയിട്ടുന്നു. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ഒരു പിതാവായ ദൈവം നമുക്കുണ്ട്. ഒരപ്പൻ തൻ്റെ മകനെ മറന്നാലും മറക്കാത്ത ഒരു പിതാവായ ദൈവം നമുക്കുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ, നന്നേ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടു. അവരിൽ നിന്ന് ലഭിക്കേണ്ടുന്നതായ സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കാൻ കഴിയാത്ത ഒരു കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മാതാപിതാക്കന്മാർ ചേർത്ത് നിർത്തി അവരുടെ സ്നേഹ വാത്സല്യ ആദരവുകളോടുകൂടി വളർന്നു വരേണ്ടുന്നതായ ഒരു ബാല്യം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത് തിരിച്ചു പിടിക്കാൻ നമ്മൾ എന്തുകൊണ്ടും ആഗ്രഹിക്കും. എന്നാൽ അത് ലഭിക്കാതെ വരുന്ന അനേക കുഞ്ഞുങ്ങൾ അവര് ലോകപ്രകാരം വൈകൃതമുള്ളവരായി തെറ്റായ ജീവിത ശൈലികളിലേക്കൊക്കെ വലിച്ചിഴക്കപ്പെട്ട് സമൂഹത്തിന് ഒരു ദോഷമായി, അതുപോലെ ന്യായപാലകന്മാർക്ക് ഒരു തലവേദനയായി, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കുമൊക്കെ അടിമയായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുൻപിലുള്ളത്. എന്നാൽ പ്രിയ സൗമ്യയുടെ ജീവിതത്തില് തക്ക സമയമായപ്പോൾ പ്രിയ തമ്പിച്ചായനെയും മറിയാമ്മ ആന്റിയെയും ആ വാത്സല്യ കുടുംബത്തെയും ഒരു ആശ്വാസത്തിനായി അവരൊരു മാതാപിതാക്കന്മാരുടെ സ്ഥാനത്ത് നിന്ന് വളർത്തി ജീവിതത്തില് ഒരു സ്ഥാനത്ത് എത്തിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ ഉപയോഗിച്ചു. തീയാടിക്കൽ നിന്നും ഒരു കൂടുമാറ്റം, അത് ശരിയായ രീതിയിലുള്ള ഒരു ദൈവിക പദ്ധതിയായിരുന്നു, ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ടതായിരുന്നു. അതിനെ മറ്റാർക്കും വിഘ്നം നിൽക്കുവാൻ കഴിയാത്തവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി അതിന്റെ പിന്നിലുണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ ജോസഫ് തൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഒക്കെ ഒറ്റപ്പെടേണ്ടി വന്നു. തനിക്ക് മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ജോസഫ് കച്ചവടക്കാരുടെ കയ്യിലും പൊത്തിഫറിന്റെ ഭവനത്തിലും കാരാഗ്രഹത്തിലും ഒക്കെ ആ നല്ല ചെറുപ്പത്തിൽ തന്നെ ഒത്തിരി മാനസിക സമ്മർദ്ദങ്ങളുടെ നടുവിലൂടെ കടന്നുപോയെങ്കിലും നമ്മൾ അവിടെ എല്ലാം വായിക്കുന്നു, ജോസഫിനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു, യഹോവ അവനോട് കൂടെ ഇരുന്നു. പ്രിയ സൗമ്യയുടെ ജീവിതത്തിലുടനീളം ദൈവത്തിന്റെ സാന്നിധ്യം, സംരക്ഷണ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മറ്റൊരു ദോഷവും സംഭവിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലും പരിപാലനവും കൂടെ ഇരുന്നു. ഒരുപാട് ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായിരുന്നു. തക്ക സമയങ്ങളിൽ ദൈവം അതൊക്കെ നിവർത്തിച്ചു തന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും അതിനേക്കാൾ ഉപരി കർത്തൃ ശുശ്രൂഷയില് കർത്താവിന് വേരെയുള്ള ബന്ധത്തില് ഉത്തരഭാരതത്തിലേക്ക് വരുവാനും ഒക്കെ ദൈവം കാര്യങ്ങൾ ക്രമീകരണം ചെയ്തു. ഇന്ന് ICPF ചേർന്ന് കൽക്കട്ടയില് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അനേക ചെറുപ്പക്കാരുടെ നടുവിൽ, നമ്മുടെ ജീവിത സമാന അനുഭവങ്ങളിലൂടെ കടന്നുപോയവരുടെ നടുവിൽ അവരെയൊക്കെ കരം പിടിച്ചുയർത്തുവാൻ, വിശ്വാസത്തിലേക്ക് വഴി നടത്തുവാൻ, കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളെ ഇന്ന് കുടുംബമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും സ്വർഗത്തിലെ ദൈവം കാണുന്നു. നമ്മുടെ ചെറിയൊരു നിലവിളി പോലും ദൈവം കേൾക്കുന്നു. തൻ്റെ ഭക്തന്മാരുടെ കൊതിയെ ദൈവം സാധിപ്പിച്ചു കൊടുക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ഹാഗാറും ആ കുഞ്ഞും ആ മരുഭൂമിയിൽ ആയിരുന്ന സമയത്ത് അവരുടെ കണ്ണുനീരും അവരുടെ ആഗ്രഹവും അവരുടെ പ്രാർത്ഥനയും ദൈവം കേട്ടില്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു നിലവിളി മാത്രം ശേഷിക്കുമായിരുന്നു. എന്നാൽ ആ കുഞ്ഞിന്റെ കരച്ചില് കർത്താവ് കേട്ടു. അവിടെ ഒരു നീരുറവയെ
ദൈവം ഒരുക്കി കൊടുത്തു. അവരുടെ ആവശ്യം ദൈവം അവിടെ സാധിപ്പിച്ചു കൊടുത്തു. ദൈവം അവരെ ജീവനോടെ രക്ഷിച്ചു. ദൈവമക്കൾ തീർച്ചയായിട്ടും അവരുടെ ചെറുതോ വലുതോ ആയ ആഗ്രഹം ദൈവം സാധിപ്പിക്കുന്ന ദൈവമാണ്. വചനം ഇങ്ങനെ പറയുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല എന്ന് ദൈവജനത്തിൽ നമ്മൾ വായിക്കുന്നു. ഒരു ഘട്ടത്തില് അല്പം മീനിന് വേണ്ടിയോ അല്പം ഇറച്ചിക്ക് വേണ്ടിയിട്ടോ ആഹാരത്തിന് വേണ്ടി കൊതിച്ചുവെങ്കിൽ തക്ക സമയമായപ്പോൾ ആഹാരം നമുക്ക് വേണ്ടി, ഇന്ന് ആഹാരം വേണമെങ്കിൽ നാളെ അല്ല അതിനുള്ള പ്രൊവിഷൻ ഉണ്ടാകേണ്ടുന്നത്. ഇന്ന് ആഹാരം വേണമെങ്കിൽ ഇന്ന് തന്നെ അതിന്റെ പ്രൊവിഷൻ ഉണ്ടാകണം. അതെ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ആഗ്രഹിച്ച സമയത്ത് തന്നെ ദൈവം അതിനു വേണ്ടിയുള്ള വഴികളെ തുറന്നു തന്നു, അത്ഭുതങ്ങളെ ചെയ്തു എന്ന് സാക്ഷ്യത്തിലൂടെ പറയുവാനിടയായത്. അതുപോലുള്ള നിരവധി അനുഭവങ്ങളിലൂടെ ദൈവം തന്റെ ഭക്തന്മാരെ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയ ദൈവം, ഏലിയാവിനെ വിധവയെ കൊണ്ട് പോറ്റിയ ദൈവം, ഏലിയാവിനെ ദൂതന്മാരെ കൊണ്ട് പോറ്റിയ ദൈവം, ദൈവം നമ്മുടെ ദൈവമാണ്. ഇന്ന് നമുക്ക് വേണ്ടിയും വലിയവ ചെയ്യുന്നു. അരോമ TV പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി, വേറിട്ടനുഭവമായി തീർന്നെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, ദീർഘായുസോടെ കർത്താവ് ആക്കിയിരിക്കുന്ന ഇടങ്ങൾ, അയക്കുന്ന ഇടങ്ങളിൽ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പിന്നെയും അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർ ഈ സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ അത് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.